കൊച്ചുമോന് ഇത് അമ്മ കളഞ്ഞിട്ട് പോയതാ. അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ടൈമിൽ മോനാണ് കൂട്ടിന് മോനാ കൂട്ടിന്. ഇപ്പൊ സ്കൂളിൽ പോയിട്ട് എത്ര ദിവസമായി? ഇപ്പം സ്കൂളിൽ പോയിട്ട് കുറേ ദിവസമായി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിൽ തെങ്ങുമം തോട്ടുവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ ഒരു റബ്ബർ കാടിൻ്റെ നടുവിലായിട്ട് ഒരു അമ്മയും ചെറുമകനും താമസിക്കുന്നുണ്ട്. അവരെ സഹായിക്കാൻ വേറെ ആരുമില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ആ ഒരു അമ്മയും മകനും ജീവിക്കുന്നത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഇഴജന്തുക്കളും കാട്ടുമൃഗങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഒരു ഷെഡിലാണ് ഈ ഒരു അമ്മ താമസിക്കുന്നത്. എന്നാ അമ്മേ, ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചോട്ടെ. വാ. ഈ സ്ഥലം എന്ന് പറയുന്നത് ആനയിടിക്കും തെങ്ങുമത്തിനും ഇടയ്ക്ക് തോട്ടുവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഞാൻ ഈ ഒരു അമ്മയുടെയും മകൻ്റെയും ജീവിത കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു റബ്ബർ കാടിൻ്റെ നടുഭാഗമാണ്. അവിടെയാണ് ഈ ഒരു ചെറിയ ഷെഡിൽ ഈ അമ്മയും മകനും താമസിക്കുന്നത്. ഒരുപാട് ജീവിത പ്രയാസങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരമ്മയാണ് കേട്ടോ. ഈ അമ്മയുടെ ചെറുമകനാണിത്. അമ്മയ്ക്ക് ഈ ചെറുമകനും ഈ ചെറുമകന് ഈ അമ്മയേ ഉള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ അമ്മ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹോസ്പിറ്റലിൽ കേസായിട്ട് മോന് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ അമ്മയെ നോക്കാൻ മോനേ ഉള്ളൂ. അങ്ങനെ ഒരു വിഷമകരമാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നതും. ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഇതൊരു പുറമ്പോക്ക് സ്ഥലത്താണ്. ഇവിടെയൊക്കെ ഇഴജന്തുക്കളുടെ ഒക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അമ്മ എത്ര നാളായിട്ട് ഈ ഒരു കുഞ്ഞു ഷെഡിൽ താമസിക്കുന്നുണ്ട്? ഞങ്ങളിപ്പം ഇവിടെ താമസമായിട്ട് ഇപ്പം 2 വർഷമാകുന്നു. 2 വർഷമാകുന്നു. അതിന് മുമ്പ് വാടകയ്ക്കായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. പിന്നെ വാടക കൊടുക്കാൻ എനിക്ക് നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് പുറമ്പോക്ക് സ്ഥലത്ത് ഒരു ഷെഡ് വെച്ച് താമസിക്കുക. ഷെഡ് വെക്കാൻ നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ സഹായിച്ചു. മോൻ എത്രല്ല പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അമ്മയ്ക്ക് ഇപ്പം ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മോനാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത്. മോനാ എൻ്റെ കൂടെ വരുന്നതും എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നതും കൂട്ടിരിക്കുന്നതും എല്ലാം. മോനിപ്പം അമ്മയുടെ കൈകളിൽ എത്തിയിട്ട് എത്ര വർഷമായി? എൻ്റെ കയ്യിൽ എത്തിയിട്ട് കുഞ്ഞിലേ എൻ്റെ കൈ വന്നതാ. കുഞ്ഞിലേ വന്നതാ. ഞാനാ വളർത്തുന്നതും ഞാനാ സ്കൂളിൽ വിടുന്നതും. എന്നെ കൊണ്ട് പിന്നെ ഇനിയിപ്പം മുന്നോട്ട് കൊണ്ടുപോകാനെ കൊണ്ട് അവൻ്റെ ആഹാരം വെളുപ്പിനെ എണ്ണിച്ച് ചോറൊക്കെ കെട്ടിക്കൊടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് പിന്നെ ശാരീരികമായി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലുള്ള അസ്വസ്ഥതയുണ്ട് എനിക്ക്. എൻ്റെ കൊച്ചുമോന് ഇത് ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ഇവിടെ താമസിക്കുന്നത്. ഒരു കാറ്റും മഴയും വന്നാലെ കൊണ്ട് ഇതിനകത്ത് എങ്ങും കയറി കിടക്കാനായിട്ട് എങ്ങും പോകാൻ. അച്ഛന് അമ്മ കളഞ്ഞിട്ട് പോയതാ. അച്ഛന് എറണാകുളത്തൊരു കടയിലെങ്ങാണ്ടായ ഏത് കടയിലാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അമ്മയാണ് നോക്കുന്നത്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ടൈമില് മോനാണ് കൂട്ടിന്. മോനാ കൂട്ടിന്. ഇപ്പൊ സ്കൂളിൽ പോയിട്ട് എത്ര ദിവസമായി? ഇപ്പം സ്കൂളിൽ പോയിട്ട് കുറേ ദിവസമായി. എനിക്ക് തോന്നുന്നൊരു 10-15 ദിവസത്തോളം ആയിരുന്നു. സ്കൂളിൽ അറിയാം അവർക്ക് സാഹചര്യങ്ങൾ അറിയാം. ഞാൻ വിളിച്ച് പറഞ്ഞ് എൻ്റെ ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം സ്കൂളിൽ അറിയാം. സ്കൂളിൽ അറിയാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ അമ്മ, ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒരു ദിവസം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ 4 ചേര വന്ന് പെരക്കകത്ത് കയറിയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിനകത്താണ് ഭക്ഷണമൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്നത്? ഭക്ഷണം വെക്കുന്നതും ഇന്നലെ ആണെങ്കിൽ ഒരു ടീച്ചർ ഇവിടെ വന്ന് കയറിയിട്ട് പറഞ്ഞ് പെരക്കകത്ത് കയറിയിട്ട് പറഞ്ഞ്, യോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇവിടെ നിങ്ങൾ തന്നെയാണോ ഇവിടെ താമസിക്കുന്നത്, ഒരു മനുഷ്യരും പറഞ്ഞില്ല ഒന്നുമില്ലെന്നും പറഞ്ഞ് ആ ടീച്ചർ ഇവിടെ വന്ന് പെരക്കകത്തൊക്കെ കയറി നിങ്ങൾ ഇതിനകത്താണോ കിടക്കുന്നതെന്നും ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. കാരണം ഇതൊരു റബ്ബർ കാടാണ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇനി കുറച്ച് ദൂരെയായിട്ടാണ് വീടുകളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ? കാടിനകത്താണ് ഈ അമ്മയും മകനും ശരിക്കും താമസിക്കുന്നത്. അമ്മേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വസ്തു ഇല്ലേ? ഇല്ല, സ്വന്തമായിട്ട് സ്ഥലവും ഇല്ല. സ്വന്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരു വീട്, ഒരു കൂടുതലൊന്നും വേണ്ട, ഒരു 2 മുറിയിൽ ഞങ്ങൾക്ക് തലയായിക്കാനൊരു വീട് മതിയായിരുന്നു. അത് ആ വീട് വെച്ച് തരാൻ മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലമില്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. സ്ഥലം ഉണ്ടെങ്കിലല്ലേ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ കുറച്ച് ചേച്ചിമാരും അതുപോലെ നാട്ടിലുള്ളവരൊക്കെ നാട്ടിലുള്ളവരെല്ലാം കൂടെ സഹായിച്ചാ ഞാനിപ്പോൾ ആശുപത്രി പോയതും എല്ലാം. ഓക്കെ ഓക്കെ.
ഈ ഭക്ഷണത്തിന് റേഷനാണോ? റേഷന് പിന്നെ സൗജന്യം പൈസ കൊടുക്കാറുണ്ട്, പിന്നെ അരിക്ക്. അതാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം മോന് രാവിലെ പോകാനായിട്ടുള്ള സ്കൂളിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുപ്പിച്ചു കൊടുക്കുന്നത് അമ്മയാണ്. വെളുപ്പിന് എണ്ണിക്കാനും ഒന്നും എനിക്ക് വയ്യ. എനിക്ക് വെളുപ്പിന് എന്നാലും കുഞ്ഞിന് ആഹാരം കൊടുത്ത് വിടണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എണ്ണിച്ച് പൊതി ഉണ്ടാക്കി കൊടുത്ത് വിടും. എന്തേലും ഒരു ചമ്മന്തിയോ വല്ലതും. എനിക്ക് കുറച്ചു നേരം നിൽക്കാൻ പറ്റത്തില്ലല്ലേ? വേണ്ട ഇരുന്നോ, കുഴപ്പമില്ല. ഞാൻ മോനോട് ചോദിക്കാം. മോന് ഏത് സ്കൂളിലാണ് കറക്റ്റ് പഠിക്കുന്നത്? ഞാൻ പള്ളിക്കൽ PSPMHS സ്കൂളിലാണ്. മോൻ്റെ ആഗ്രഹം എന്താണ്? ഈ ഒരു കുഞ്ഞ് ഷെഡിൽ നിന്നും മാറി ഒരു വീട് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലേ? ഉണ്ട്. ഇവിടെ ശരിക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ താമസമൊക്കെ അല്ലേ? പഠിക്കാനായിട്ടുള്ള പുസ്തകങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? അതൊക്കെ ആരൊക്കെയാണ് സഹായിക്കുന്നത്? അതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടും. പുസ്തകവും ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടിലുള്ള അറിയാവുന്നവരൊക്കെ സഹായിക്കും. നാട്ടുകാർ ചെറിയ സപ്പോർട്ടൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയുള്ള ഈ ഒരു ചെറിയ ഷെഡിലുള്ള ജീവിതം പേടിയൊക്കെ ആകാറുണ്ടോ? കുഴപ്പമില്ല. അങ്ങനെ ജീവിച്ച് വന്നു കഴിഞ്ഞപ്പം പിന്നെ അത് ശീലമായല്ലേ? ശീലമായി. ഓക്കെ. അമ്മ പറഞ്ഞു ഇവിടെ പാമ്പിൻ്റെ ശല്യവും ചേരയുടെ ശല്യവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് അമ്മയുടെ പാസ്ബുക്കാണ്. അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം. ഒരുപാട് നല്ല മനസ്സുകളുണ്ട് നമ്മുടെ വീഡിയോയിലൂടെ. ഒരുപാട് പേരെ കൈപിടിച്ച് കയറ്റിയിട്ടുള്ള നല്ല മനസ്സുകളുണ്ട്. ഈ ഒരു പുറമ്പോക്ക് വസ്തുവിലാണ് ഈ ഒരു അമ്മയുടെ മകൻ്റെയും താമസം. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഞാനിവിടെ വന്ന് കണ്ട കാഴ്ച എന്ന് പറയുമ്പം ഇതൊരു കാട് പിടിച്ച സ്ഥലമാണ്. ഇവിടെ മാത്രം ഈ അമ്മയും മകനും മാത്രമാണ് താമസം. പിന്നെ കുറച്ച് ദൂരെയൊക്കെ ആയിട്ടാണ് മറ്റ് വീടുകളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നാട്ടിലെ ഞാൻ ഈ ഒരു സ്ഥലത്തെത്താൻ കാരണം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളൊരു ചേച്ചിയാണ്. ആ ചേച്ചി നല്ലൊരു മനസ്സിന് ഉടമയാണ്. അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് പറയുകയുണ്ടായി ഈ അമ്മയുടെയും മകൻ്റെ അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഇവരുടെ ഒരു അവസ്ഥ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു സഹായം ആത്മാർത്ഥമായിട്ട് ഈ അമ്മയ്ക്കും മകനും ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ വസ്തു എവിടെയെങ്കിലും കണ്ടെത്താൻ ശ്രമിച്ചാൽ വീട് വെക്കാൻ ഇവിടെ നല്ല മനസ്സുകൾ ഒരുപാട് പേര് തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരു സഹായം ഉണ്ടാകണം. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ അമ്മേ. ഇത് വെച്ചു. ഇങ്ങനെ വന്നേ.